ഹലോ ഗൈസ്, ഞാനിപ്പോൾ പോകുന്നതുണ്ടല്ലോ നമ്മുടെ ദുബായിലെ സെൻറ്റർ അട്രാക്ഷനായ ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. ദുബായിലെ പ്രധാന റോഡായ ഷേഖ് സാദ് റോഡിൽ തലയെടുപ്പോടെ നിൽക്കുന്നതാണ് ഈ കാണുന്ന ഫ്യൂച്ചർ മ്യൂസിയവും അതിൻ്റെ മുന്നിലുള്ള ഈ ഫിംഗർ സ്റ്റാച്ചു. ഒരു നാച്ചുറൽ മെഡോ അല്ലെങ്കിൽ ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഫ്യൂച്ചർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി ഇവിടെ റെസിഡൻസ് ആയിട്ട്. എന്നും ജോലിക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ ഇത് കാണുമ്പോൾ ചിന്തിക്കും, എന്തെങ്കിലും എനിക്കൊന്നൊരു കയറണം, ഇതിൻ്റെ ഉള്ളിൽ എന്താ എന്നൊക്കെ വളരെയധികം എക്സൈറ്റഡ് ആവാറുണ്ട്. ഇന്നാണ് എനിക്ക് അതൊന്നും സാധിച്ചു തന്നെ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര തിരക്കാണ് ഗൈസ്, ഒരു രക്ഷയില്ല. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. അതിൻ്റെ അകത്ത് എന്താകും എന്നുള്ള ആകാംക്ഷയോടെയാണ് കേട്ടോ ഞാൻ ഉള്ളിലേക്ക് പോകുന്നത്. പുറത്തുള്ളതിനേക്കാളും തിരക്കാണ് അകത്ത് ചെന്നപ്പോൾ. 2 ടൂറിസ്റ്റ് ഏജൻസിയിൽ നിന്ന് ഒരുപാട് ചൈനീസ് ടൂറിസ്റ്റുകൾ മ്യൂസിയം കാണാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മ്യൂസിയത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു സ്റ്റോൾസ് ഷേപ്പിൽ നിറച്ചും വിൻഡോസ് ആയിട്ടുള്ള ഒരു കെട്ടിടം. നമ്മുടെ UAE വൈസ് പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തൂൻ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഒരു കവിതയാണ് ഈ ഫ്യൂച്ചർ മ്യൂസിയത്തിൽ അകത്തും പുറത്തുമായിട്ട് നിങ്ങൾ ഈ കാണുന്ന അറബിക് വേർഡ്സിൽ കേട്ടോ. ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷന്റെ കീഴിലാണ് ഫ്യൂച്ചർ മ്യൂസിയം വരുന്നത് തന്നെ. ഫ്യൂച്ചർ മ്യൂസിയം പ്രൊമോട്ട് ചെയ്യുന്നത് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റും അതുപോലെ തന്നെ ഇന്നോവേഷൻസ്, എസ്പെഷ്യലി റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് ഫ്യൂച്ചറിനെ പറ്റിയുള്ള കംപ്ലീറ്റ് കാഴ്ചപ്പാടാണ് അവരിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. മ്യൂസിയം തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. ഫെബ്രുവരി 2022 കേട്ടോ ഇത് തുടങ്ങിയത്. നമ്മൾ വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് കാണാം കേട്ടോ. ആ ഫ്ലെക്സ് ബോർഡിലാണെങ്കിൽ കവിതയിലുള്ള വരികളാണ് അവർ എഴുതിയിരിക്കുന്നത്. പിന്നെ ചെന്ന് കയറുമ്പോൾ തന്നെ ഫ്രണ്ട് ഡെസ്ക് ഉണ്ട്. അവിടെ വന്ന ടൂറിസ്റ്റുകളെ ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കാനാണ് കേട്ടോ ഈ റിസപ്ഷൻ ഏരിയ. അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പേസ്റ്റൽ കളറിലുള്ള യൂണിഫോമാണ് കേട്ടോ. പിന്നെ ആ റിസപ്ഷൻ ഏരിയ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ സെൽഫായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അങ്ങനെ സെൽഫായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട കൗണ്ടറുകളാണ് ഇതൊക്കെ. അങ്ങനെ ഞാനിതൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് കേട്ടോ ഒരു റോബോട്ടിക് പട്ടിക്കുട്ടം വന്നത്. അതിങ്ങനെ ആളുകളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കാണിച്ച് നടക്കുന്നുണ്ടായിരുന്നേ. ഞാനും അവൻ്റെ പിന്നാലെ പോയി. ടെക്നോളജിയുടെ ഒരു വലിയ എക്സാമ്പിളാണ് കേട്ടോ ദൈവൻ. എല്ലാവരും അവനിങ്ങനെ വണ്ടറായിട്ടാണ് നോക്കുന്നത്. ഞാൻ നോക്കിയപ്പോഴാണ് ഗൈസ് ഒരു കാര്യം മനസ്സിലായത്, അവൻ്റെ ബാക്കും ഫ്രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ബാക്ക് വേണമെങ്കിൽ ഫ്രണ്ട് ആവാം, ഫ്രണ്ട് വേണമെങ്കിൽ ബാക്ക് ആവാം കേട്ടോ. അവനെ ഹാൻഡിൽ ചെയ്യണത് റിമോട്ടിക് കൺട്രോൾ വെച്ചിട്ടാണ് കേട്ടോ ഹാൻഡിൽ ചെയ്യണത്. അത് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് അടുത്ത സംഭവം, പറക്കുന്ന മീൻ. ചിന്തിക്കാൻ പറ്റുമോ? സൂപ്പർസ്റ്റീഷ്യസ് മൂവീസിൽ അല്ലെങ്കിൽ അനിമേറ്റഡ് മൂവീസിലൊക്കെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കണ്ടേക്കുന്നത്. അവരിതിനെ ഫ്ലൈയിങ് പെൻഗ്വിൻ അല്ലെങ്കിൽ ജെല്ലി ഫിഷ് എന്നൊക്കെയാണ് കേട്ടോ പറയണത്. പക്ഷെ എനിക്കിതൊരു മീനിൻ്റെ സ്ട്രക്ചറായിട്ടാണ് തോന്നിയേക്കുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലായത്, ഇത്രയും ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ റോബോട്ടിക് പട്ടിയും അതുപോലെ തന്നെ ഈ ഫ്ലൈയിങ് ജെല്ലി ഫിഷൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരിക്കും കേട്ടോ. അതിങ്ങനെ എല്ലാവരുടെയും തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് കേട്ടോ. ഇതൊരു എയർ ടൈറ്റ് സ്ട്രക്ചറാണ്. അൾട്രാസോണിക് ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷൻസ് വഴിയാണ് കേട്ടോ ഇത് ഡിറ്റക്റ്റ് ആവുന്നത്. പിന്നെ എനിക്ക് വണ്ടറായി തോന്നിയൊരു കാര്യമാണ് കേട്ടോ അത് ഈ കാണുന്ന ഓട്ടോമാറ്റിക് പെർഫ്യൂം മെഷീൻ. അവരിവിടെ ഒരു അൽഗോരിതം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആ പ്രോഗ്രാമിനനുസരിച്ച് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പെർഫ്യൂം സെറ്റാക്കി സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുക. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വണ്ടർ തന്നെയാണ്. പക്ഷെ ഇതൊരു സ്പെഷ്യൽ സംഭവമാണ്. ഒരുപക്ഷെ ഭാവിയിൽ ഇങ്ങനെയായിരിക്കും പെർഫ്യൂമൊക്കെ ഉണ്ടാവുക. എന്താ അല്ലേ, ടെക്നോളജിയാണ് ഗൈസ്, ടെക്നോളജി. ഇതിനും 149 ദിർഹംസ് ഉണ്ട് കേട്ടോ.
പിന്നെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ടൂറിസ്റ്റുകൾക്കായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറുണ്ട്. കാർഡ്സ്, കീസ്, ഫോട്ടോ ഫ്രെയിംസ്, ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ മോഡൽ, പെൻസില്, പിന്നെ അതനുസരിച്ചുള്ള ബുക്സ്, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു ചെറിയൊരു സ്റ്റോറ്. നല്ല കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് ചുറ്റും നടന്ന് കറങ്ങി കണ്ട് പതുക്കെ നൈസായിട്ട് അവിടെ നിന്ന് വിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വന്നത് ഈ ഫിംഗർ സ്റ്റാച്ചുവിൻ്റെ അവിടെയാണ് കേട്ടോ. ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് വന്നതാണ്, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തു കേട്ടോ. ഈ ഫിംഗർ സ്റ്റാച്ചു കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിൻ, ലവ്, വിക്ടറി ഈ മൂന്നും കൂടിയും ഉൾപ്പെടുന്നതാണ് കേട്ടോ ഈ ഫിംഗർ സ്റ്റാച്ചു. അത് കഴിഞ്ഞ് മ്യൂസിയത്തിൻ്റെ ബാക്കിലേക്ക് എല്ലാവരും പോകുന്നുണ്ടായിരുന്നേ. ഞാനും അവിടേക്ക് ചെന്ന് നോക്കി. ഒരു ചെറിയൊരു ലേക്കൊക്കെ ഉണ്ട്, അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ മ്യൂസിയത്തിലേക്ക് വരാനായിട്ട് നേരെ മെട്രോ നിന്ന് കണക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് മെട്രോ ഇറങ്ങി നേരെ അതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ മ്യൂസിയത്തിൻ്റെ ലോബിയിലേക്ക് എത്തും. ലോബിയിൽ കയറണമെങ്കിൽ ഫ്രീ എൻട്രി ആണ്. ടിക്കറ്റ് എടുത്താൽ മാത്രമാണ് കേട്ടോ അതിൻ്റെ മുകളിലേക്കുള്ള ഫ്ലോറിലേക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഉണ്ടല്ലോ, രാത്രി ഈ ഫ്യൂച്ചർ മ്യൂസിയം കാണുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ്. ലൈറ്റിംഗ് ഒക്കെ കൂടി വരാൻ നേരത്ത് ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.